ഒരമ്മയാകാൻ പോകുന്നു എന്ന് കള്ളം പറയാനുള്ള അവകാശം പോലും ഇല്ല. നീയൊക്കെ ഒരു പെണ്ണാണോടി? ഏത് സമയവും ആരെ ചതിക്കണമെന്നും ആരെ കൊന്നൊഴിവാക്കണമെന്നും ചിന്തിച്ച് നടക്കുന്ന നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടത്? നിന്നെ ശരിക്കും എനിക്ക് തല്ലണമെന്നുണ്ട്. പക്ഷെ തല്ലിയ എന്റെ കൈ പോലും നാറിപ്പോവും. നിരന്തരം ഇത്രയൊക്കെ ഒപ്പിച്ചു കൂട്ടിയിട്ട് തോറ്റ് തല കുമ്പിട്ട് നിൽക്കാൻ നാണം തോന്നുന്നില്ലേ നിനക്ക്? കള്ളത്തരവും ചതിയും വഞ്ചനയും പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാനും നോക്കി നടക്കുന്നതിന് പകരം നിനക്ക് സ്വയം ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചൂടെ? ഇല്ലടി, എന്നെ തോൽപ്പിക്കാൻ നോക്കുന്നവരെ ഏത് വിധേനയും ഒഴിവാക്കി ജയിക്കാൻ തന്നെയാ എന്റെ തീരുമാനം. എങ്ങനെ എന്നെ ഈശ്വരമംഗലത്തിൽ നിന്ന് പുറത്താക്കണം, അതിന് രാപ്പകലില്ലാതെ പണിയെടുക്കുന്നവളല്ലേടി നീ? നിന്നെ പുറം ലോകത്ത് സുഖിച്ചു വാഴാൻ ഞാൻ അനുവദിക്കണോ? നീ എനിക്ക് ഭീഷണിയായ നിന്നെ ഒഴിവാക്ക തന്നെ ചെയ്യും ഞാൻ. നിന്നെ കൊണ്ടേ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. എന്നെ ഒഴിവാക്കി നിനക്ക് രക്ഷപ്പെട്ട് കളയാവുന്നുള്ളത് ഒരു വ്യാമോഹം മാത്രമാണ്. നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും അത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കും. ഇവളെ ഒന്നും വെറുതെ വിടരുത് നിധി. പ്രിൻസിപ്പാളിനോട് പറഞ്ഞ് പോലീസിനെ വിളിക്ക്. ഇവളെ വേണം അകത്താക്കാൻ. ഇപ്പൊ ഒരു വാക്ക് ഞാൻ പ്രിൻസിപ്പാളിനോട് പറഞ്ഞാൽ നീ ഈ സ്കൂളിന്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോവില്ല. കാണിച്ചു കൂട്ടിയിരിക്കുന്നതേ ഒരു ചെറിയ കുറ്റമല്ല. സാക്ഷിയുണ്ട്, തെളിവുണ്ട്. നിന്റെ സർവ്വ കള്ളത്തരങ്ങളും അതോടെ പൊളിയുകയും ചെയ്യും. പക്ഷേ ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ? ഗൗതം വീട് വിട്ടിറങ്ങിയതോടെ ഒരു വീട് മുഴുവനും സങ്കടത്തിലാ. അവിടുത്തെ രണ്ടാമത്തെ മരുമകളെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയെന്ന കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പുറം ലോകം അറിഞ്ഞാൽ അതാ കുടുംബത്തിന് താങ്ങാനാവില്ല. അതെ, ഈശ്വരമംഗലം ഗ്രൂപ്പിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. മാപ്പർഹിക്കാത്ത തെറ്റാ നീ ചെയ്തത്. നിന്റെ വയറ്റിൽ കുഞ്ഞോ കുട്ടിയോ ഉണ്ടായിരുന്നെങ്കിൽ, നീ ഒരു അമ്മയാകാൻ പോകുന്നവളായിരുന്നെങ്കിൽ, നിന്റെ മനസ്സിൽ മറ്റൊരു കുഞ്ഞിനെ കൊന്നുകളയാനുള്ള ചിന്ത പോലും ഉണ്ടാവില്ലായിരുന്നു. നിധി, ഒന്നിന്റെ പേരിൽ ഇവളോട് ക്ഷമിക്കരുത്. പോലീസിനെ വിളിക്കേ. ഇക്കാര്യത്തില് ഇന്ദിരാമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ കാരണം ഈശ്വരമംഗലത്തിന് ഒരു നാണക്കേടുണ്ടാവരുത്. ഗോപിയങ്കളിനും പ്രണവിനും ഇന്നും സമൂഹത്തിൽ തല ഉയർത്തി നടക്കാനാവണം. ഇവളെ വിട്ടേക്ക ഇന്ദിരാമ്മേ. നമ്മളായിട്ട് ഒരു ശിക്ഷയും ഇവൾക്ക് കൊടുക്കണ്ട. ഇവൾക്കുള്ള ശിക്ഷയുടെ വകുപ്പ് ഇവള് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. യാതൊരു സിമ്പതിയും കാണിക്കാതെ ഇവളുടെ ഭർത്താവ് പ്രണവ് തന്നെ ഇവളെ പിടിച്ച് ഈശ്വരമംഗലത്തിന് പുറത്തു കളയുന്ന ഒരു ദിവസത്തിന് ഇനി അധികം ദൂരം ഉണ്ടാവില്ല. എന്തിനാടി ഇനി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഇറങ്ങിപ്പോ, പോടി വെളിയില്. ദാ പിടിച്ചോ നിന്റെ പണം, എന്നിട്ട് ഇറങ്ങി പോ വെളിയില്. ഈ കൊച്ച് എന്താ നിധി ഇങ്ങനെ ആയി പോയത്? ഒരുപാട് നന്ദിയുണ്ട് ഇന്ദിരാമ്മേ. രക്ഷിച്ചത് ഒരു കുഞ്ഞിന്റെ ജീവനാ. അതിന്റെ പുണ്യം എന്നും ദൈവം തരും.